ചെന്നൈയിൽ നിന്ന് പ്രത്യേകിച്ച് മേഘനയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന് തന്നതായത് ദേശായി കുടുംബത്തിന്റെ ജാമാണത്. കണ്ടിട്ട് ഭയങ്കര നൊസ്റ്റാൾജിക്. ഇതാണ് ഞങ്ങളുടെ പ്രൊഡക്റ്റ്. ചെന്നൈയിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നത് വിദേശ രാജ്യത്ത്. അങ്ങനെ തന്നെയാണോ? കറണ്ട് വന്നു. അതൊക്കെ പോട്ടെ. ഇപ്പൊ ഒരു കറണ്ട് പോയായിരുന്നു. കറണ്ട് പോയി വന്നപ്പോഴേക്കും ഇവിടെ ഇതിനകത്ത് എന്റെ മാത്രം കേക്ക് ഔട്ടിട്ടുണ്ട്. നിങ്ങളുടെ കേക്ക് രണ്ടും നിങ്ങൾ ഇത് രണ്ട് കഴിച്ചിട്ട് അത് വെച്ചാൽ അവിടെ 2 സ്പൂൺ. അതാണ് താങ്കളുടെ. അല്ല ഞാൻ പറയട്ടെ, ഇത്രയും പേര് ഇവിടെ ഉണ്ട്. ഈ കേക്ക് പോയ കാര്യം ആരും മിണ്ടിയിട്ടില്ലേ? കറണ്ട് വന്നപ്പോ ഓർഡർ കണ്ടിട്ട് അവരിരുന്നോണ്ട് പറയാ കേക്ക് മിസ്സിംഗ് ആണെന്ന്. കണ്ട ടിഷ്യൂ കേക്ക് കഴിച്ച് തുടച്ചതായിരിക്കും. മേഘനെ കൈ തുടയ്ക്കാൻ കൊടുത്തതാ. വായി തുടച്ചിട്ട് ഓക്കെ, നമ്മുടെ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തതിനു ശേഷം അപ്പോ ഇവിടെ സാധനം സെറ്റ് ആയിട്ടുണ്ട്. ചേട്ടനും ഒന്നും കണ്ടിട്ടില്ല. ചേട്ടന്റെ കയ്യിലാണ് പ്രൊഡക്റ്റ്. ഞാന് വിദേശ രാജ്യം ചെന്നൈയിൽ നിന്ന് പ്രത്യേകിച്ച് മേഘനയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന് തന്നതായത്. പിടിച്ചോ. ഓക്കെ, അപ്പൊ ഇത് പിടിക്കാറില്ല. എന്താണ് അമ്മ വന്നപ്പോ തൊട്ട് ചോദിച്ചു. ഇതിനുമായിട്ട് നമുക്ക് ഇത് ലോഞ്ച് ചെയ്തതിന് വേണ്ടി അമീനിന്റെ പേയ്മെന്റ് ഞങ്ങൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. ഓ ജാം, വർഷ ജാം. എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? വർഷങ്ങൾക്ക് പുറകിലേക്ക് സഞ്ചരിച്ചൊരു ഫീൽ കിട്ടുന്നുണ്ടോ? സത്യം കണ്ടിട്ട് ഭയങ്കര ദേശായി കുടുംബത്തിന്റെ ജാമാണത്. നിങ്ങൾ പോലും മറന്നുപോയൊരു സാധനം ഞാൻ കഷ്ടപ്പെട്ട് തേടി പിടിച്ച് കൊണ്ടുവന്ന് നിങ്ങൾക്ക് തന്ന് ലോഞ്ച് ചെയ്ത ഞങ്ങളാണ്. അത് ഞാൻ നിങ്ങൾക്ക് തന്നതാണ്. അതിന്റെ അകത്ത് ഞാൻ ഓർഗാനിക് ആയിട്ട് ചെയ്തതാണ്. സൂചി ഇട്ട് വെച്ചിട്ടുള്ള ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? നല്ല ഓർമ്മയുണ്ട്. അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഷോർട്ട് ബൈ ഷോർട്ട് എനിക്ക് ഓർമ്മയുണ്ട്. എങ്ങനെയായിരുന്നു അത് തപ്പി അത് ഇട്ടതും? വലിയ അത് ആക്ച്വലി വലിയ പണിയൊന്നും ഇല്ല കേട്ടോ. ഹെവി മാഗ്നറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് സൂചി ഉണ്ടെങ്കിൽ അത് വന്നോളും, ഓട്ടോമാറ്റിക് ആയിട്ട് വന്നോളും. ആ ഡീലാണെങ്കിലും പൊങ്ങി വന്നു. അല്ല നമ്മള് കുറച്ച് മുകളിലേക്ക്. മേഘനയുടെ അമ്മ ഇപ്പൊ കൂടെ വന്നിട്ടുണ്ട്. അമ്മയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു മകൾ ഇങ്ങനെ സീരിയലിൽ ഭയങ്കര അറിയപ്പെടണമെന്ന്. അങ്ങനെ അമ്മയ്ക്ക് അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. പക്ഷെ എന്റെ അകത്തൊരു ടാലന്റ് ഉണ്ട്. അതൊന്ന് നല്ല രീതിയിലൊന്ന് മിനുക്കി എടുക്കണം എന്നുള്ളൊരു ആഗ്രഹം അമ്മയ്ക്ക് ഉണ്ടായിരുന്നിട്ടുണ്ടാവണം എന്നെനിക്ക് തോന്നി. ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല അമ്മയുടെ അടുത്ത്. പിന്നെ എന്താന്ന് വെച്ചാല് ഞാൻ കുട്ടിക്കാലം തൊട്ട് അമ്മയുടെ ഒരു ഷൂട്ടിന്റെ കൂടെ ഞാൻ പോയതാ. ആക്ച്വലി ഒരു 5ാമത്തെ വയസ്സിൽ അമ്മ ആക്ച്വലി സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത്. അപ്പൊ അമ്മയുടെ കൂടെ ചുമ്മാ ഷൂട്ട് കാണാൻ വേണ്ടി പോയതാ. അവിടെ നിന്നാണ് എന്റെ ഫസ്റ്റ് എൻട്രി എന്ന് വേണമെങ്കിൽ പറയാം. ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതെ, ഞാൻ പണ്ടത്തെ പോപ്പിക്കൂടെ ആഡിന്റെ മോഡലാണ്. അല്ല മഴ മഴ